എയർ ഇന്ത്യയെ വിമർശിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ. എയർ ഇന്ത്യയിൽ പൊട്ടിയ സീറ്റ് അനുവദിച്ചതിനെതിരെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ഭോപ്പാലിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് കേന്ദ്രമന്ത്രിക്ക് പൊട്ടിപ്പൊളിഞ്ഞ സീറ്റ് നൽകിയത്. ഇത്തരമൊരു മോശം അനുഭവം യാത്രക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം വിമാനത്തിനകത്ത് വച്ച് തന്നെ ജീവനക്കാരെ ധരിപ്പിച്ചെന്നും പൊട്ടിയ സീറ്റിൽ എന്തുകൊണ്ട് ടിക്കറ്റ് അനുവദിച്ചു എന്ന് അറിയില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അദ്ദേഹം എക്സിൽ കുറിപ്പിടുകയും ചെയ്തു. അതേസമയം മന്ത്രിക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായും ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും എയർലൈൻ അറിയിക്കുന്നു. എന്നാൽ തനിക്ക് മാത്രമല്ല സമാനമായ സീറ്റുകൾ വേറെയും കണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സഹയാത്രികർ എൻ്റെ സീറ്റ് മാറ്റി മെച്ചപ്പെട്ടൊരു സീറ്റിലിരിക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ എൻ്റെ പേരിൽ മറ്റൊരു സുഹൃത്തിനെ ഞാൻ എന്തിനു ബുദ്ധിമുട്ടിക്കണം? ഇതേ സീറ്റിൽ ഇരുന്നു കൊണ്ട് യാത്ര പൂർത്തിയാക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ടാറ്റ മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തുന്നതിനു ശേഷം എയർ ഇന്ത്യയുടെ സേവനം മെച്ചപ്പെടുമെന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അത് തെറ്റായിരുന്നു, അദ്ദേഹം എക്സിൽ കുറിച്ചു. ഭാവിയിൽ ഒരു യാത്രക്കാരനും ഇത്തരം അസൗകര്യങ്ങൾ നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് നടപടികൾ സ്വീകരിക്കുമോ? അതോ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള യാത്രക്കാരുടെ നിർബന്ധം മുതലെടുക്കുന്നത് ഇത്തരം സീറ്റുമായി എയർ ഇന്ത്യ മുന്നോട്ട് പോകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. എൻ്റെ അസ്വസ്ഥതയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. പക്ഷേ യാത്രക്കാരോട് മുഴുവൻ നിരക്കും ഈടാക്കി അവരെ മോശം സീറ്റുകളിൽ ഇരുത്തുന്നത് അനീതിയാണ്. ഇത് യാത്രക്കാരോടുള്ള ഒരുതരം വഞ്ചനയല്ലേ? കേന്ദ്രമന്ത്രി ചോദിച്ചു. ഭോപ്പാലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനയാത്രയ്ക്ക് സാധാരണയായി 1.5 മണിക്കൂറാണ് സമയം. 2022 ജനുവരിയിലാണ് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തത്.